നമസ്കാരം. പുതിയൊരു സിനിമാ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനിൽ ബോംബെ. പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 100 വർഷം പൂർത്തിയാക്കാൻ പോകുന്ന നമ്മുടെ മലയാള സിനിമയിൽ മികച്ച കോമഡി സിനിമകൾ നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങിയത് സിദ്ദിഖ് ലാൽ എന്ന മലയാളത്തിലെ ഇരട്ട സംവിധായകരുടെ സിനിമകൾ കണ്ടു തുടങ്ങിയത് മുതലാണ്. വർഷം പറയുകയാണെങ്കിൽ 1989 അവരുടെ കന്നി ചിത്രമായ റാംജി റാവു സ്പീക്കിംഗ് മുതലാണ് കോമഡി സിനിമകൾ തരംഗമാകാൻ തുടങ്ങിയത്. പിന്നെ അങ്ങോട്ട് മലയാളത്തിൽ തുടർച്ചയായി കോമഡി സിനിമകളുടെ ഒരു ഒഴുക്ക് തന്നെയായിരുന്നു. എത്ര സംവിധായകർ, എത്ര എഴുത്തുകാർ, കോമഡി സിനിമകൾക്ക് മാത്രമായി ഒരു ഓഡിയൻസ് തന്നെ നമ്മൾക്കിടയിൽ ഉണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഈ കൊച്ചു കേരളത്തിൽ കളക്ഷൻ റെക്കോർഡ് തിരുത്തി എഴുതിയ കോമഡി സിനിമകളുടെ വമ്പൻ വിജയങ്ങൾ. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് ഈ 40 വർഷങ്ങൾക്കിടയിലെ മലയാളത്തിലെ ഏറ്റവും മികച്ച 10 കോമഡി സിനിമകളെ കുറിച്ചാണ്. സിനിമാ പ്രേമികളും നിരൂപകരുമായി സംസാരിച്ചതിൽ നിന്നും മികച്ച 10 സിനിമകൾ സെലക്ട് ചെയ്തത് വളരെ ബുദ്ധിമുട്ടിയാണ്. എങ്ങനെ നോക്കിയാലും 30-ലധികം മികച്ച കോമഡി സിനിമകൾ നമുക്ക് പറയാനുണ്ട്. എന്തായാലും ഞങ്ങൾ സെലക്ട് ചെയ്ത എക്കാലത്തെയും മികച്ച 10 സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ 10ാം സ്ഥാനത്ത് അശോകൻ താഹ സംവിധാനം ചെയ്ത മൂക്കില്ല രാജ്യത്ത് എന്ന സിനിമയാണ്. 1991 പുറത്തിറങ്ങിയ ഈ സിനിമയിൽ മുകേഷ്, സിദ്ദിഖ്, ജഗതി, തിലകൻ ഇവർ 4 പേരാണ് നായകന്മാർ. ഒരു ഭ്രാന്ത് ആശുപത്രിയിൽ നിന്നും പുറത്തു ചാടുന്ന ഈ 4 ഭ്രാന്തന്മാർ കാണിച്ചു കൂട്ടുന്ന വട്ടുത്തരങ്ങൾ വളരെ സീരിയസ് ആയി കൈകാര്യം ചെയ്യുമ്പോൾ തിയേറ്ററിൽ സിനിമ കാണുന്ന പ്രേക്ഷകർ ചിരിച്ചു മറിയുകയായിരുന്നു. ഈ പാറ്റേണിൽ പിന്നെയും മലയാളത്തിൽ സിനിമകൾ ഉണ്ടായെങ്കിലും മൂക്കില്ല രാജ്യത്തിന്റെ 7 അയലത്ത് പോലും അതൊന്നും എത്തിയിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 9ാം സ്ഥാനത്ത് ഇൻ ഹരിഹർ നഗർ. 1991 പുറത്തിറങ്ങിയ ഈ സിദ്ദിഖ് ലാലിന്റെ 2ാമത്തെ സിനിമയായ ഇൻ ഹരിഹർ നഗർ അതുവരെ ഇറങ്ങിയ മലയാളത്തിലെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക തിയേറ്ററുകളിലും 250 ദിവസങ്ങളോളം നിറഞ്ഞാടുകയായിരുന്നു. മുകേഷ്, ജഗദീഷ്, സിദ്ദിഖ്, അശോകൻ ഈ 4 കൂട്ടുകാർ ഒരു പെണ്ണിനെ പ്രേമിക്കാൻ നടക്കുന്ന കോമഡി സീനുകൾ ഇന്നും ഒരു സിനിമ ആസ്വാദകനും മറക്കാൻ കഴിയില്ല. ചിരിപ്പിച്ച് അവസാനം കണ്ണ് നിറയ്ക്കുന്ന ക്ലൈമാക്സും സിനിമയുടെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. 8ാമതായി കിലുക്കം. 1991 പുറത്തു വന്ന പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന എക്കാലത്തെ മികച്ച ഒരു കോമഡി സിനിമയായിരുന്നു കിലുക്കം. മോഹൻലാൽ, ജഗതി, തിലകൻ, ഇന്നസെന്റ്, രേവതി തുടങ്ങിയ താരങ്ങൾ മത്സരിച്ച് അഭിനയിച്ച കിലുക്കം അതുവരെ പുറത്തിറങ്ങിയ സിനിമകളുടെ എല്ലാ കളക്ഷൻ റെക്കോർഡും തകർത്ത് പുതിയ ചരിത്രം തിരുത്തിക്കുറിക്കുകയായിരുന്നു. അങ്കമാലിയിലെ പ്രധാനമന്ത്രി ആരാണെന്നാ പറഞ്ഞ് എന്ന ഡയലോഗും, ഞാനും ജോജിയും അടിച്ചു പിരിഞ്ഞു എന്ന ഡയലോഗും, ലോട്ടറി അടിച്ച ന്യൂസും ഇതെല്ലാം പ്രേക്ഷകർക്ക് ചിരിയുടെ മാലപ്പടക്കം സൃഷ്ടിക്കുകയായിരുന്നു. അടുത്തതായി നാടോടിക്കാറ്റ്. 1987 പുറത്തിറങ്ങിയ ഈ സത്യൻ അന്തിക്കാട് മോഹൻലാൽ സിനിമ മലയാളികൾക്ക് കോമഡിയുടെ പുതിയ മുഖം സമ്മാനിക്കുകയായിരുന്നു. ബികോം ഫസ്റ്റ് ക്ലാസ് നേടിയ ദാസനും പ്രീ ഡിഗ്രി തോറ്റ വിജയനും ജീവിതം പച്ചപിടിപ്പിക്കാൻ പെടുന്ന കഷ്ടപ്പാടുകൾ കോമഡിയിലൂടെ അവതരിപ്പിച്ചപ്പോൾ തിയേറ്ററുകളിൽ കുടുംബ പ്രേക്ഷകരുടെ നീണ്ട നിരയായിരുന്നു. ഞങ്ങളുടെ ഈ ലിസ്റ്റിൽ 7ാം സ്ഥാനത്ത് നാടോടിക്കാറ്റാണ്. അടുത്തതായി 6ാം സ്ഥാനത്തുള്ളത് സന്ദേശം. ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റിൽ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ആക്ഷേപ രാഷ്ട്രീയ ഹാസ്യ സിനിമ ഇന്നും കേരളത്തിലെ ജനങ്ങൾ ആ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്നത് സിനിമയുടെ തിരക്കഥയുടെ വിജയം തന്നെയാണ്. ഒരു ഗ്രാമ പശ്ചാത്തലത്തിൽ നിന്നും കൊണ്ട് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ട്രോളിയപ്പോൾ സിനിമ കണ്ട പ്രേക്ഷകന് ഇതാണ് രാഷ്ട്രീയത്തിന്റെ തട്ടിപ്പുകളെന്ന് തിരിച്ചറിവ് നൽകുകയായിരുന്നു. ഞങ്ങളുടെ ഈ ലിസ്റ്റിൽ 6ാം സ്ഥാനത്തുള്ളത് സന്ദേശമാണ്. 40 കൊല്ലങ്ങൾക്കിടയിൽ ഇറങ്ങിയ മികച്ച 10 കോമഡി സിനിമകളിൽ 5ാം സ്ഥാനത്തുള്ളത് പ്രിയദർശൻ മോഹൻലാൽ ടീമിന്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സിനിമയായ ചിത്രമാണ്. ഉറപ്പിച്ച കല്യാണത്തിൽ നിന്നും കാമുകൻ പിന്മാറുകയും വിദേശത്ത് നിന്നും അവധിക്ക് വരുന്ന അച്ഛനോട് കല്യാണം കഴിഞ്ഞുവെന്ന് കള്ളം പറയേണ്ടി വരികയും ഒടുവിൽ ഭർത്താവായിട്ട് വിഷ്ണു എന്ന ഒരാളെ ദിവസക്കൂലിക്ക് വാടകയ്ക്ക് എടുക്കുകയും വിഷ്ണു ഒടുവിൽ കല്യാണിയുടെ മനസ്സ് കീഴടക്കുകയും ചെയ്തപ്പോൾ കല്യാണി അറിയുന്നത് അയാൾ ജയിൽ ചാടി വന്ന ഒരു കൊലപാതക കേസിലെ പ്രതിയാണെന്നാണ്. ഒടുവിൽ വിഷ്ണു പോലീസിന് കീഴടങ്ങുകയും ചെയ്തു. സിനിമ കണ്ട ഓരോ പ്രേക്ഷകനും അവന്റെ ഹൃദയത്തിൽ ഒരു മുറിവായി ദിവസങ്ങളോളം കൊണ്ട് നടക്കേണ്ടി വന്നു ചിത്രം എന്ന സിനിമ. ചിത്രം സിനിമയുടെ അവസാന 20 മിനിറ്റ് വരെ ചിരിപ്പിച്ച് ഒടുവിൽ കരയിപ്പിച്ചുകൊണ്ടായിരുന്നു സിനിമ അവസാനിപ്പിച്ചത്.
23 വർഷങ്ങൾക്ക് ശേഷവും ഒരു സിനിമയുടെ രണ്ടാം ഭാഗത്തിന് പ്രേക്ഷകർ കാത്തിരിക്കുന്നുവെങ്കിൽ അത് ഒരേ ഒരു സിനിമ മാത്രമാണ്. അതെ, ഈ ലിസ്റ്റിൽ 4ാം സ്ഥാനത്തുള്ളത് CID മൂസ. ഇന്നും ചാനൽ റേറ്റിംഗിൽ മികച്ച സ്ഥാനത്തുള്ള ഈ സിനിമ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാണ്. ജോണി ആന്റണി സംവിധാനം ചെയ്ത ഈ ദിലീപ് ചിത്രം 2003 ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. മൂന്നാമതായി മീശ മാധവൻ. ലാൽ ജോസ്, ദിലീപ്, ജഗതി, ഹരിശ്രീ അശോകൻ, ഈ ടീമിന്റെ മീശ മാധവൻ മലയാള സിനിമയുടെ എക്കാലത്തെ മികച്ച കോമഡി സിനിമകളിൽ പ്രേക്ഷകരുടെ പിന്തുണ വളരെ ലഭിച്ച ഒരു സിനിമയായിരുന്നു. മീശ മാധവന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് രഞ്ജൻ പ്രമോദാണ്. ഈ ലിസ്റ്റിൽ 3ാം സ്ഥാനത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമ മീശ മാധവൻ തന്നെയാണ്. 1989 സിദ്ദിഖ് ലാലിന്റെ റാംജി റാവ് സ്പീക്കിംഗ് എന്ന സിനിമ ഇറങ്ങുന്നത് വരെ കോമഡി സിനിമ എന്നൊരു കാറ്റഗറി ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. സിനിമയുടെ ഗ്യാപ്പുകളിൽ കോമഡി നടന്മാർ കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായങ്ങളായിരുന്നു അതുവരെ മലയാള സിനിമയിലെ ഹാസ്യം. പക്ഷെ 1989 സിനിമ ആസ്വാദകർക്ക് അധികം പരിചയമില്ലാത്ത 2 സംവിധായകർ തങ്ങളുടെ ആദ്യത്തെ സിനിമ തിയേറ്ററിൽ എത്തിച്ചപ്പോൾ അത് കാണാൻ 15-20 പേരായിരുന്നു വന്നിരുന്നത്. പിന്നീട് സിനിമ കണ്ടവർ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മറ്റുള്ളവരെ തിയേറ്ററുകളിൽ എത്തിക്കുകയായിരുന്നു. പിന്നീട് ആ സിനിമ ചരിത്രത്തിലേക്ക് വഴിതെളിച്ചു. അവിടെ നിന്ന് അങ്ങോട്ട് മലയാളി പ്രേക്ഷകർ സിദ്ദിഖ് ലാൽമാരുടെ സിനിമയ്ക്കായി കാത്തിരിക്കുമായിരുന്നു എന്ന് വേണം പറയാൻ. എക്കാലത്തെയും മലയാളത്തിലെ മികച്ച ഹാസ്യ സിനിമകളുടെ പട്ടികയിൽ റാംജി റാവ് സ്പീക്കിംഗ് തന്നെയാണ് 2ാം സ്ഥാനത്ത്. ഈ ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് സിദ്ദിഖ് ലാൽമാരുടെ ഗോഡ് ഫാദർ എന്ന സിനിമ തന്നെയാണ്. ഇനി ഒരിക്കലും തകർക്കുവാൻ സാധ്യതയില്ലാത്ത ഒരു റെക്കോർഡ് ഗോഡ് ഫാദറിന് മാത്രം സ്വന്തമായുണ്ട്. കേരളത്തിലെ 10ഓളം തിയേറ്ററുകളിൽ 1 വർഷത്തിലധികം ഈ സിനിമ ഓടുകയും തിരുവനന്തപുരത്ത് ഒരു തിയേറ്ററിൽ 450 ദിവസം പ്രദർശിപ്പിക്കുകയും ചെയ്ത ഗോഡ് ഫാദറിലെ നായകൻ മുകേഷ് ആണെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. 500-ആനായി NN പിള്ളയും ആനപ്പാറയിൽ അച്ചമ്മയായി ഫിലോമിനയും തകർത്തഭിനയിച്ചപ്പോൾ 4ഉം 5ഉം പ്രാവശ്യം ആ സിനിമ കണ്ട് മലയാളികൾ ആഘോഷിക്കുകയായിരുന്നു. ഇത്രയുമാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത 10 കോമഡി സിനിമകൾ. ഈ സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റായി ഞങ്ങൾക്കത് അയയ്ക്കുക. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കാണാമെന്ന പ്രതീക്ഷയിൽ നന്ദി, നമസ്കാരം.